ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയ ഒരു റാലിയും വാർത്താമാധ്യമങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതാവൂല ഇൻഷാ അല്ലാഹ്. ഒരു റാലിയും ഇതേവരെ വെറുതെ ആയിട്ടില്ല, ഫലം കണ്ടിട്ടുണ്ട്. െതിരായി ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു. കോഴിക്കോട്ട് ഈ റാലി നടക്കുമ്പോൾ തന്നെ വാർത്താമാധ്യമങ്ങൾ നിങ്ങൾക്ക് ഒന്നുപോയി നോക്കാം. നമ്മൾ കൊടുത്ത കേസ്, ഇന്ത്യയിലെ പലരും കൊടുത്ത കേസ്, സംഘടനകൾ കൊടുത്ത കേസ് വെറുതെയാവുകയില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നടപടികൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും. അങ്ങനെ പോരാടില്ലാതെ നിർവാഹമില്ലല്ലോ. ഈ വേദിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ബഹുമാനായ ഖാദർ മജീദ് സാഹിബുണ്ട്. ആ സംസ്ഥാനം ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിൽ കർണാടക മിനിസ്റ്റർ ഇപ്പൊ പ്രസംഗിച്ചു പോയി. കോൺഗ്രസ് ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കോഴിക്കോടിന്റെ ചരിത്രം, രാജ്യത്തിന്റെ ചരിത്രം, ഇവിടുത്തെ ജനങ്ങളുടെ ചരിത്രം, ഈ കടലിന്റെ ചരിത്രം, ഈ കടലിലൂടെ വന്നവരുടെ ചരിത്രം, ഈ നാട് ഭരിച്ചവരുടെ ചരിത്രം, എല്ലാവരുടെയും ചരിത്രം. അതിന് വിരുദ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഏകാധിപത്യ ഭരണത്തെ നമ്മൾ അനുവദിക്കുകയില്ല. പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ നിലയിലും ജനങ്ങളെയും പാർലമെന്റിലും അകത്തും പുറത്തും നിയമവേദികളിലുമൊക്കെയായി നമ്മൾ പോരാടും. അതിനിടയിൽ ഇവിടെ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട്, നമുക്കറിയാം. അവർക്ക് ആ ഒരു നോട്ടേ ഉള്ളൂ. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്താൻ വേണ്ടി അന്ന് തികഞ്ഞ സദ്യ ഉണ്ട്. അന്ന് പിന്നെ തെരുവിൽ പുട്ടുകച്ചവടത്തിന്റെ ആവശ്യമില്ല എന്ന നിലക്കാണ് ആ പഴമൊഴി. രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിന്റെ ഇടയിൽ എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്, ഈ LDF ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ മുനമ്പത്തെ പ്രശ്നം 5 മിനിറ്റോട് പരിഹരിക്കാന്ന്. വഖഫ് കിട്ട് വരട്ടെ, അപ്പത്തീരും മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജിജുവിനെ കൊണ്ടുവന്നിട്ട് അവസാനം ഉണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു വഖഫ് ബില്ലും മുനമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. അതിനുള്ള സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർക്കണം. 5 മിനിറ്റ് മതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ, പക്ഷെ തീർക്കൂല. ഞാൻ അതാണ് പറഞ്ഞത്. ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഈ പ്രശ്നം